ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഫിഷ് ഐറ്റമാണ് ചൂര പൊരിച്ചത് തേങ്ങാപ്പാലിൽ കറി വെച്ചത്. വെറൈറ്റിയാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഡിഷാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഉണ്ടാക്കാനെ കൊണ്ട് ഞാൻ ഒരു 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഇത് ചൂരയാണ് എടുത്തേക്കുന്നത്. അത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇതിനകത്തോട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് മാരിനേഷന് വെക്കാം. ആദ്യമേ ജസ്റ്റ് ഒരു മാരിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ മീൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പുമാണ് എടുത്തേക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് മാരിനേഷന് വെച്ചിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് മീൻ വറുക്കാനെ കൊണ്ട് ആദ്യമേ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ഇരുമ്പ് ചട്ടി അങ്ങ് എടുക്കുകയാണ്. ഈ മീനെല്ലാം കൂടി ഒരുമിച്ച് വറുത്തെടുക്കാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു പിടി കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോ മീനും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മീൻ തിരിച്ചിട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. അപ്പോൾ നമ്മുടെ മീനെല്ലാം നമ്മളിത് തിരിച്ചിട്ടേക്കാണ്. ഓരോ സൈഡും നല്ല രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിത് ഒരുപാടങ്ങ് കരിക്കാതെ കോരിയെടുക്കാം ഓരോന്നായിട്ട്. അപ്പോൾ നമ്മളിത് നല്ലോണം നമ്മുടെ മീൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കറി വെക്കാം. അപ്പോൾ നമ്മളിത് മീൻ കറി വെക്കാനെ കൊണ്ട് നമ്മൾ മീൻ വറുത്ത അതേ എണ്ണ തന്നെ എടുത്തേക്കാണ്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ട് ഇത്. അത് നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്നുകൂടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയുടെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇടാം. കടുക് ഉലുവയൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വരുമ്പം നമുക്ക് ഒരു കൊച്ചുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും ഒന്ന് മൂത്ത് വരുമ്പം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനൊരു കതിരി കറിവേപ്പില ഇട്ടുള്ളേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു 10 ചുമന്നുള്ളി ചതച്ചത്, ഒരു 6 വെളുത്തുള്ളി ചതച്ചത്, ഒരു വലിയ പീസ് ഇഞ്ചി എടുത്ത് ചതച്ചത്, ഇത് ഇത്രയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിനകത്തോട്ട് നമുക്ക് ചെറിയ 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ മതി. കാരണം നമ്മൾ മീൻ വറുത്തപ്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പും കൂടി ഇട്ട് നല്ലോണം വഴറ്റാം. അപ്പോൾ നമ്മുടെ തക്കാളിയും കൊച്ചുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലോണം നമ്മൾ വഴറ്റിയെടുത്തേക്കാണ്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം താത്തിയിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ പൊടി ഐറ്റംസൊക്കെ അപ്ലൈ ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ഒരുപാട് കരിക്കരുത്. ഈ മസാലയുടെയൊക്കെ ആ പച്ച മണം ഒന്ന് മാറട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതേ സെറ്റായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു പുളി എടുത്ത്
വെള്ളം ചേർത്തേക്കാണ്, പുളിയും വെള്ളമാണ്. അതൊഴിച്ചു കൊടുക്കാം. ആ പുളി അതിനകത്ത് തന്നെ ഇടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതേ തിളച്ച് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള തേങ്ങാപ്പാൽ, ഇത് 2ാം പാലാണ്, അതൊഴിച്ചു കൊടുക്കാം. അതൊഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ ഈ മസാലയൊക്കെ നല്ലോണക്കും വെന്തിട്ടുണ്ട്. ഈ അരപ്പ് നല്ലോണക്കും വെന്തിട്ടുണ്ട് തേങ്ങാപ്പാലിൽ കിടന്ന്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ വറുത്ത മീൻ ചേർത്ത് കൊടുക്കാം. ഓരോ മീനായിട്ട് എടുത്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പം നമ്മളെല്ലാ മീനും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുത്തി ഉടയ്ക്കാതെ ഒന്ന് ഇളക്കണം. നമ്മുടെ മസാലയൊക്കെ ഇതിൻ്റെ പുറത്ത് പറ്റണം. അപ്പോൾ നമ്മൾ നമ്മുടെ വറുത്ത കഷ്ണങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിനകത്തും അരപ്പിനകത്തും കിടന്ന് ഇത് നല്ലോണം ഒന്നുകൂടി തിളയ്ക്കുമ്പോൾ നമുക്ക് 1ാം പാൽ ചേർത്ത് വാങ്ങാം. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് ഇതിനകത്ത് കിടന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ചാറുണ്ടല്ലോ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ 1ാം പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. 1ാം തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വിടുക. അപ്പോൾ നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് കുത്തി മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി വാങ്ങാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിനകത്ത് വെന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറി നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മളെ ചൂര വറുത്തിട്ട് തേങ്ങാപ്പാലി കറി വെച്ചേക്കാണ്. നമ്മൾ എങ്ങനെയുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയത്. ഞാൻ പണ്ടൊരു തവണ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ അമ്മയാണ് ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കഷ്ണം, അതിൻ്റെ ആ ചാറ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ചാറ് നല്ലോണക്കും കുറുകണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ആ മീൻ തേങ്ങാപ്പാലിനകത്തോട്ട് കിടന്ന് വെന്തിട്ട് ആ മീനകത്തോട്ട് ആ തേങ്ങാപ്പാലിൻ്റെയും നമ്മൾ ഉണ്ടാക്കിയ മസാലയുടെയൊക്കെ എസൻസ് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അടിപൊളി ഡിഷാണ്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ഡിഷാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പോരാത്തതിന് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടൊരു സാധനമാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.